ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ചോറ്റുപാത്ര റെസിപ്പി റീലും ഷോർട്സും ഒക്കെ കാണുമ്പോൾ തോന്നും ഡയറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ചോറ്റുപാത്രം നിറച്ച് നോക്കണമെന്ന്. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ്. ആദ്യമായിട്ട് കോളിഫ്ലവർ വെച്ചിട്ട് റൈസ് ഉണ്ടാക്കി നോക്കുകയാണ്. പലപ്പോഴൊക്കെ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ കോളിഫ്ലവർ റൈസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കാറുള്ളത്. സ്റ്റീം ചെയ്തിട്ടും തിളപ്പിച്ചെടുത്തിട്ടും നമുക്ക് സോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവറിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു 4-5 പീസ് വീതം ഒരു മിക്സി ജാറിലിട്ടിട്ട് പൾസ് ചെയ്തുകൊണ്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അരച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, അതുകൊണ്ട് പൾസ് ചെയ്തിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പീസസൊക്കെ അതിൻ്റെ എല്ലാ വശങ്ങളിലും പറ്റി പിടിച്ച പോലെ ആയിരിക്കും. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ കോളിഫ്ലവറും ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. പിന്നെ കോളിഫ്ലവർ എടുക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഗ്രാം കൂടിപ്പോയാൽ ഇത് 200-300 കടന്നു പോകുമല്ലോ എന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനകത്ത് കാർബ് വളരെ കുറവാണ്. 100-ൽ 2 ഗ്രാം കാർബേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു തീ കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാകും. പിന്നെ വേഗം വെന്ത് കിട്ടും. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം അടച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും, വേവേറിയാലും കുഴഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചിക്കി ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഞാനൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്ത ആ ഒരു പാത്രമാണ് കേട്ടോ. ഷിപ്ലൈൻ്റെ സ്റ്റൈൻലെസ് സ്റ്റീലായിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് വേവായി കിട്ടും. നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന ഒരു അടപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ അതിൻ്റെ ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള വെള്ളത്തുള്ളികളുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് അടപ്പ് തുറന്നപ്പോൾ തന്നെ പെട്ടെന്ന് അത് മാറ്റിയിട്ട് പുറത്തേക്കാണ് ആ വെള്ളം കുടഞ്ഞു കൊടുത്തത്. നമുക്ക് ഈ കോളിഫ്ലവർ വെന്ത് കിട്ടാൻ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വേവായി കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പം അടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ വേവ് കയറും. അതുകൊണ്ടാണ് മാറ്റുന്നത്. കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. രണ്ട് 3 അല്ലി വെളുത്തുള്ളി കൂടി അരിഞ്ഞെടുക്കുകയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഓംലെറ്റിന് വേണ്ടിയിട്ട് പച്ചമുളകും കുഞ്ഞുള്ളിയും അരിഞ്ഞെടുക്കാം. മുട്ടയിലേക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ചൂടായി വന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അയ്യോ കൂടിപ്പോയി. ഒരു ഓംലെറ്റിലേക്കുള്ളതിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ട്, സാരില്ല. ഇതിൽ തന്നെ തക്കാളി ഉണ്ടാക്കിയെടുക്കാം. ചൂടായി വന്നപ്പോൾ അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. പിന്നെന്താ, ഒരു പൊടിക്ക് കുരുമുളക് കൂടെ തൂവി കൊടുത്തിട്ട് മറിച്ചിട്ട് വേവിക്കാം. അങ്ങനെ വെളിച്ചെണ്ണയിൽ കുളിച്ച് വന്ന് ഓംലെറ്റിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെന്താ അരിഞ്ഞ് വെച്ച കൂടെ ചേർത്തിട്ട് ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു കൂടെ വേണമെന്നുള്ളത് കൊണ്ട് ഒരു പൊടിക്ക് മുളക് പൊടിയും ഇത്തിരി മഞ്ഞളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ചുറ്റുപാത്രം സെറ്റ് ചെയ്യാൻ നേരെ എടുക്കാം. ജോലിക്ക് പോകുന്നവർക്കും സ്റ്റുഡൻസിനൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചൂടാറി വന്ന കോളിഫ്ലവറിനെ ചുറ്റുപാത്രത്തിലേക്ക് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൂട്ടാനൊക്കെ വെച്ച് കൊടുക്കാം. അമ്മമാരാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും ആകില്ല.
അത്യാവശ്യം ചോറൊക്കെ നല്ല കുത്തി നിറച്ചിട്ടാവും പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. ആ ഒരു കാര്യമാണ് എനിക്കിത് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ കൂട്ടാനൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുകയാണ്. അങ്ങനെ ഇതാ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഓംലേറ്റും ഈ ഒരു തക്കാളി കൂട്ടാനും ചോറൊക്കെ കൂടി ഒരു സെറ്റായൊരു സ്മെല്ല് വരാനുണ്ട് പാത്രം തുറക്കുമ്പോൾ. ആ ഒരു സ്മെല്ലാണ് കിട്ടിയത് കേട്ടോ. ഇനി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തത് കേട്ടോ. ഇക്കാക്ക് ഇഷ്ടമാവോ ഇല്ലയെന്നോ എനിക്കൊരു അറിയില്ലായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ വീണ്ടും കൊടുക്കാമെന്ന് കരുതി. മൂപ്പരാൾക്കും അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി. നമുക്ക് ആ ഒരു ചോറ് തന്നെയാണെന്ന് തോന്നില്ല, പക്ഷെ എനിക്കിത് കഴിക്കുമ്പോൾ ഈ കൂട്ടാനും കോളിഫ്ലവറും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ എനിക്കൊരു കുറച്ചും കൂടെ ഒരു ഗോതമ്പ് ഉപ്പുമാവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് തോന്നിയത് കേട്ടോ. ആ ഒരു ഫീലാണ് കിട്ടിയത്. എന്നാലും നമ്മൾ വീഡിയോയിലൊക്കെ ടിഫിൻ നിറക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഗൃഹാതുരത്വം, ഒരു ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഇനി അതൊന്നും മിസ് ചെയ്യണ്ട, ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കിത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഇനിയും ഇതേപോലെ വേറെ കൂട്ടാനുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷവും ഒരു സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് നിങ്ങളിപ്പോൾ അനുസരിച്ചൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റിൽ തന്നെയാണ്. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡ് കഴിക്കും, എന്നാലും ഞാൻ ഡയറ്റ് വിട്ടിട്ടില്ല. വീട്ടിലാകുമ്പോൾ ഡയറ്റിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നോർമൽ ഫുഡ് സ്റ്റൈലിലേക്ക് പോകുമ്പം ആരോഗ്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സുഖക്കുറവൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഭക്ഷണ രീതിയിൽ പോവുകയാണ് ആരോഗ്യത്തിനും മനസ്സിനൊക്കെ ഒരു ഏറ്റവും നല്ലത്. അങ്ങനെയാണ് എൻ്റെ അനുഭവം. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.